ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തിൽ ആക്ച്വലി എന്നെ അങ്ങനെ അധികം ആളുകൾ വിളിക്കാറില്ല എന്നുള്ളതാണ്. കുറച്ച് സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര ഒരു 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 സ്ഥിരം നടനോ അങ്ങനെ ഒരു ലൈനപ്പോൾ കുറേ സിനിമകൾ ചെയ്യുന്ന ആളോ അല്ല ഞാൻ. വരുമ്പോൾ ഇങ്ങനെ കുറച്ച് വരും, ചെയ്യുന്ന സാധനം പക്ഷെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യും. ചിലതൊക്കെ കുഴപ്പം. മെച്ചപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ അഭിനയം? ഇല്ല, ഞാൻ ചെയ്യുന്നത് ഭയങ്കര സിൻസിയറായിട്ട് ചെയ്യും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇരട്ടയിലൊക്കെ ജോജുവിനൊക്കെ ഓപ്പോസിറ്റ് അഭിനയിക്കുന്നു. അത് ഓരോ ആക്ടേഴ്സിൻ്റെ കൂടെയും ഇപ്പം സബുമോൻ ഭാഗമാവുന്ന അതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടേഴ്സിനും കൂടി വലിയ വലിപ്പം ഉണ്ടാവുന്നുണ്ടല്ലോ. ബിജുമേനോൻ, ജോജു, അങ്ങനെയൊക്കെ. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൂടെ അഭിനയിച്ചതിൻ്റെ ഒരു തഴക്കം, എക്സ്പീരിയൻസ്, അതുകൊണ്ടൊരു മെച്ചപ്പെടൽ ഉണ്ടാവുന്നുണ്ടോ നടൻ എന്നുള്ള രീതിയിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെ കുറിച്ച് ഞാൻ ജഡ്ജ് ചെയ്തിട്ടേ ഇല്ല. എനിക്ക് കിട്ടുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ച് ഞാൻ നല്ലപോലെ ആലോചിച്ച് ഞാൻ ഹോംവർക്ക് ചെയ്ത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിനൊരു ഗൃഹപാഠമുണ്ട്. അതെ. ഒരു നായക നടനിലേക്കുള്ള ഒരു ഫോക്കസ് അങ്ങനെയുള്ള ഒന്നുമില്ല, ആലോചിച്ചിട്ടില്ല. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പണം അല്ലെങ്കിൽ നടനായാൽ അതിനുണ്ടാവുന്ന മറ്റു സൗകര്യങ്ങൾ, സുഖങ്ങൾ, അതൊന്നും മോഹിപ്പിച്ചു അത്ര നല്ല എനിക്ക് ഈ സിനിമയ്ക്കകത്തു നിന്നും ഉള്ള പൈസ എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. എനിക്ക് ഇതിൽ നിന്നും അല്ല വരുമാനവും. ആ കൂടെ എൻ്റെ പെണ്ണുപിള്ള ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങളൊന്ന് പോയി സിനിമയിൽ അഭിനയിച്ച് കുറേ പൈസ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാണ്ട്. സിനിമയിൽ നിന്നും ഉള്ള സാമ്പത്തിക ഇതിൽ അല്ല ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച് നായകനായി പണമുണ്ടാക്കി സുഖ സൗകര്യങ്ങളോടെ ജീവിക്കണം എന്നുള്ള ഒരു സിനിമ മോഹിപ്പിക്കുന്നേ ഇല്ല. സിനിമയിൽ പണം മോഹിപ്പിക്കുകയില്ല. സിനിമ എന്നത് എൻ്റെ സന്തോഷം. കുറേ പൈസ ചോദിക്കും, ആ പൈസ അതുവഴി തന്നെ അങ്ങ് ചിലവായി പോകും. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏറ്റവും പുതിയ റിയാലിറ്റി ഷോ എങ്കിൽ എന്നോട് പറ. അതിന് സാബുമോൻ എന്നുള്ള ഈ റിയാലിറ്റി ഷോയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്, അങ്ങനെ ഒരു തിങ്ക് ടാങ്ക് ഉണ്ട്. അദ്ദേഹം എന്താണ് ഏറ്റവും രസമായിട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയത്? ടെലിവിഷൻ ഷോകളിൽ കൂടെ നമുക്ക് ഒരുപാട് സാധനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെലിവിഷനിൽ ഇപ്പോൾ വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്നൊരു വേർഡ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്ന് പറയാൻ പാടില്ല. കാര്യം ഇൻ്റർനെറ്റ് അങ്ങനെ മോശമായിട്ടുള്ള സാധനമല്ല. അല്ല, മനസ്സിലായോ? ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യരാശിയുടെ കുതിച്ചുചാട്ടത്തിനും പിന്നെ നമ്മളുടെ ചിന്താധാരകളെയും നമ്മളുടെ തോട്ട് പ്രോസസ്സിനെയും നമ്മളുടെ മുന്നേറ്റങ്ങളെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു വിസ്ഫോടനമാണത്. വികസനത്തിൻ്റെ ചവിട്ടുപടിയാണ്. പക്ഷേ പിന്നെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്നുള്ള വാക്കിന് വരെ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇൻ്റർനെറ്റിന് നമുക്ക് പോസിറ്റീവ് വേയിൽ യൂസ് ചെയ്യാം, നെഗറ്റീവ് വേയിൽ യൂസ് ചെയ്യാം. നെഗറ്റീവ് വേയിൽ യൂസ് ചെയ്യുന്നതിനെ തടയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊരു അഡിക്ഷൻ എന്ന് പറയുന്നൊരു മോശം സാധനമാണ്. ഇപ്പം പിന്നെ ആൽക്കഹോൾ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ, സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ അഡിക്ഷൻ, അങ്ങനെയുള്ള അഡിക്ഷൻ എന്നുള്ള വാക്കല്ല അതിന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്. അതിൽ നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. അപ്പോൾ ടെലിവിഷൻ പ്രോഗ്രാമുകൾക്കകത്ത് കൂടി നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. പറഞ്ഞത് പിന്നെ ഈ എങ്കിലേ എന്നോട് പറയാം എന്നുള്ളതിനകത്ത് നമ്മൾ കുറേ അറിവുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഫണ്ണും വേണം. കാര്യം ആളുകൾക്ക് ഈ ക്വിസ് പ്രോഗ്രാമിനൊന്നും താല്പര്യമില്ല. പണ്ട് കാലത്ത് ടെലിവിഷനിലകത്ത് ക്വിസ് പ്രോഗ്രാം, ഇങ്ങനെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഷോ ആളുകൾ കുത്തിയിരുന്ന് കാണുമായിരുന്നു. കാരണം അന്ന് വേറെ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ഇല്ല. ഇപ്പോഴെന്ന് പറയുന്നത് നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് ഇഷ്ടം പോലെ മേഖലകളുണ്ട്. പക്ഷേ എന്നാൽ ഈ ടെലിവിഷനോട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് ഓഡിയൻസും ഉണ്ട്. ഈ അർബൻ ഏരിയ വിട്ട് കഴിഞ്ഞുള്ള സ്ഥലങ്ങളിൽ അവരുടെ എൻ്റർടൈൻമെൻറ്റ് മെയിൻലി ടി വി കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു പോസിറ്റീവ് എലമെൻറ്റും പിന്നെ കുറച്ച് ഫണ്ണും എല്ലാം കൂടെ മിക്സായിട്ട് വരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ഇതൊരു ഭയങ്കര ലെങ്തി ഷോയോ
അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോ സംഭവം ഒന്നുമല്ല. ഒരു സാധാരണ ഒരു ഗെയിം ഷോ ഫോർ ഫൺ ആൻഡ് ഇൻഫർടൈൻമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ഇൻഫർമേഷൻസും പാസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടെ എൻ്റർടൈൻമെൻറ്റും പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സബ്മലിനെ പലപ്പോഴും ബിഗ് ബോസിന് ശേഷം ആളുകൾ ഭയങ്കര മാസ്കുലിൻ ആയിട്ടുള്ള ആണൊരുത്തൻ എന്നുള്ള രീതിയിലൊരു ഇമേജ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വിധത്തിലൊരു ബഹുമാനമുണ്ട് ബിഗ് ബോസിനകത്ത് പറഞ്ഞ പല ഡയലോഗുകളും കൊണ്ട്. ഇപ്പൊ യുദ്ധമെങ്കിൽ അറഞ്ചം പുറഞ്ചം യുദ്ധം, കഴുത്ത് വെട്ടി വെക്കും, അങ്ങനെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്ന സാധനം അതെനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഈ ആണൊരുത്തൻ എന്ന് പറയുന്ന ഒരു കക്ഷിയൊന്നുമല്ല. ഞാൻ ആകെ കൂടെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞത് നമുക്ക് ശരി എന്ന് തോന്നുന്ന സാധനത്തിനകത്ത് വേണ്ടി നിൽക്കുക, തെറ്റ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുക എന്ന് പറയുന്ന ഒരു സാധനമേ ഉള്ളൂ. അത് ആണായാലും എതിർക്കും, പെണ്ണായാലും എതിർക്കും, അത്രേ ഉള്ളൂ. ഇതിനെ എങ്ങനെയാണ് ഈ പറയുന്നത്, ഇതൊക്കെ നടക്കുന്ന ഈ പാരലൽ വേൾഡിലാണ്. പാരലൽ വേൾഡിലെ സാധനമാണ്. പാരലൽ വേൾഡിലെ സാധനങ്ങൾ എനിക്ക് ആക്ച്വലി ഇതുവരെയും അതിനെ വേർതിരിച്ച് കാണാനോ ഇതിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ബ്രെയിൻ സ്ട്രക്ചറിൻ്റെ വിഷയമായിരിക്കും. അല്ലെങ്കിൽ ഈ എഴുതുന്നവന്മാർക്ക് ഈ പറയുന്നവന്മാർക്ക് 1-2 ടീസ്പൂൺ ബ്രെയിനെ കാണുള്ളായിരിക്കും. മനസ്സിലായി? വലിപ്പത്തിൻ്റെ വ്യത്യാസം കാണുമായിരിക്കും. മനസ്സിലായി? കാരണം ഹോമോസാപ്പീസിൻ്റെ ബ്രെയിൻ ഡെവലപ്പായി കുറച്ചൊരു പിന്നെ പുരുഷൻ്റെ തലച്ചോറ് ഒരു 28 വയസ്സൊക്കെ ആകുമ്പം പൂർണ്ണ വളർച്ച ഉണ്ടാകുകയും സ്ത്രീയുടെ തലച്ചോറ് ഒരു 21 വയസ്സിൽ പൂർണ്ണ വളർച്ച ഉണ്ടാകുകയും ചെയ്യും. ഇത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആലോചിക്കാവുന്ന ജഡ്ജ് ചെയ്യാവുന്ന ഒരു ലെവലുണ്ട്. ഇത് എത്തിച്ചേരാത്ത മനുഷ്യരായിരിക്കും, ഇല്ലെങ്കിൽ എക്സ്പോഷറിൻ്റെ വിഷയമായിരിക്കും ഇവർക്ക് ഇങ്ങനെയൊക്കെ വേറൊരാളെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? ആക്ച്വലി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സാധനം കണ്ടു, അത് തെറ്റാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ് അതുവഴി പോയി. അതിനകത്ത് ആണായി ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവളാണ് പെണ്ണൊരു തീ അവൾ പെണ്ണ് തീയായി മാറി. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് കൊണ്ടുപോകുന്നൊരു സാധനമാണ്. എന്നിട്ട് ഈ ഇന്റർവ്യൂ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പെണ്ണുപിള്ള ചെരവയ്ക്ക് തലക്കടിക്കും. എന്നിട്ടേക്ക് ഇതൊന്നും അല്ലല്ല വീട്ടില്, മര്യാദയ്ക്ക് വീട്ടിൽ വന്ന് ജീവിച്ചോണം എന്ന് പറയും. എന്നിട്ട് നമ്മൾ ജീവിതത്തിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഭാര്യ അങ്ങനെ അനുസരിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഭാര്യ എന്നെ ഭാര്യയെ അനുസരിക്കുന്നതിൽ സാബുമോന് പ്രശ്നമൊന്നുമില്ല. അനുസരിച്ചല്ലേ ഇത്തരം ചിപ്സും വാങ്ങിച്ചോണ്ട് തരത്തില്ല. പിള്ളേർ തറ വാങ്ങിച്ചു കൊടുക്കല്ലേ എന്ന് പറയും. ഇതിലെന്താണ് ഈ അനുസരണ സാധനം? പറഞ്ഞ മനുഷ്യരെങ്ങനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിയല്ല. ഇതൊക്കെ ഈ പറഞ്ഞ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണ്. ഭർത്താവ് ഭാര്യയെ അനുസരിക്കണം, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, പിള്ളേർ പാരൻസിനെ അനുസരിക്കണം. അങ്ങനെയൊന്നുമില്ല. ലൈഫ് ഒരു സ്ട്രക്ചർ ചെയ്ത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അല്ല, ഇപ്പം മക്കൾക്ക് അച്ഛന് തരേണ്ട ഒരു കൺവെൻഷണൽ ബഹുമാനമുണ്ടല്ലോ, അത് കുട്ടികൾ തരാത്തതിലോ അല്ലെങ്കിൽ തരുന്നതിൽ കുറച്ചധികം വിഷമം. എനിക്ക് ബഹുമാനം എന്ന് പറയുന്ന സാധനം ഒരു ആവശ്യമില്ലാത്തൊരുത്തിന്. കാരണം എന്നെ ബഹുമാനിക്കേണ്ട ഒരാവശ്യമില്ല ആരും. എനിക്ക് ഈ ബഹുമാനം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് അത് മനസ്സിലാവാത്തത്? എന്താണ് ഈ ബഹുമാനം? എനിക്കൊന്ന് ഡിഫൈൻ ചെയ്ത് തന്നെ. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാൾ ഒരു സഹജീവിയാണെന്നും അദ്ദേഹവും ഞാനും കൂടിയിട്ടാണ് ഈ സമൂഹം ഉണ്ടാക്കുന്നതെന്നും. എന്ത് സംഭവം ഉണ്ടാക്കുന്നത്? സമൂഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എന്ത് രീതിയിലാണോ ഞാൻ എന്നോട് തന്നെ എങ്ങനെയാണോ പെരുമാറാൻ ഉദ്ദേശിക്കുന്നത്, ആ വ്യക്തതയോടും ആ സംഭവഭാവനയോടും കൂടി വേണം ഞാൻ ഓപ്പോസിറ്റുള്ള ഒരാളോട് പെരുമാറാം. അതിന് വേണേൽ ബഹുമാനം എന്ന് പറയാം. അതാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അതെ ഞാൻ ചോദിച്ചു. അതിപ്പം എൻ്റെ മക്കൾ എൻ്റെ അടുത്തും എൻ്റെ മക്കൾ എല്ലാ മനുഷ്യരോടും അങ്ങനെയല്ലേ കാണിക്കണ്ടേ? അല്ല, അച്ഛൻ എന്ന് പറയുമ്പോൾ ഫാദർലി ഫിഗർ, അങ്ങനെ ഒരു ബഹുമാനമുണ്ട്. അച്ഛൻ വന്നിരിക്കുന്നു, അങ്ങനെ ആ കൺവെൻഷണൽ ബഹുമാനം കിട്ടാത്തതിൽ അങ്ങനെയൊന്നുമില്ല. അച്ഛൻ വന്നിരിക്കുന്നു പറഞ്ഞാൽ അച്ഛൻ വരുന്ന അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം എൻ്റെ വൈഫ് പിള്ളേരെ വഴക്ക് പറയും, ഞാൻ എൻ്റെ പിള്ളേരെ വഴക്ക് പറയില്ല, എന്ത് കാണിച്ചാലും ഓക്കെ ആണെന്ന് പറയാം. അതുകൊണ്ട് ദേ വിൽ ബി വെരി ഹാപ്പി. അവരെന്നെ ബഹുമാനിക്കുകയല്ലേ, അവർ ഭയങ്കര അവർക്ക് ഭയങ്കര സന്തോഷം വരും എന്നെ കാണുമ്പോൾ. അല്ല ബഹുമാനമല്ലേ വരുന്നത്. മനസ്സിലായോ?